നമസ്കാരം. ക്വാളിസ്, ഇന്നോവ, ഫോർച്യൂണർ, എത്തിയോസ് തുടങ്ങി ജനകീയ മോഡലുകളിലൂടെ തന്നെ ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാഹന നിർമ്മാതാക്കൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പേരുകൾ കൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യവും എല്ലാവർക്കും മനസ്സിലുള്ള കാര്യവും ടൊയോട്ട തന്നെയാണ്. ടൊയോട്ട എന്ന വാഹന നിർമ്മാതാക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചില SUVകൾ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ അവരുടെ ഏതുതരം കാർ എടുത്ത് നോക്കിയാലും അതിൽ നിന്നും മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് അതിൽ പ്രധാനപ്പെട്ട വിഷയം. ടൊയോട്ട എന്ന വാഹന നിർമ്മാതാക്കൾ അവർ ഇന്ത്യക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ടവരാക്കാൻ വേണ്ടി എത്തിച്ചതാണ് ഇത്തരത്തിൽ പറഞ്ഞ എല്ലാ മോഡലുകളും. ചെറു കാറുകളുടെ നിരയിൽ നിന്നും പടിയിറങ്ങിപ്പോയ കമ്പനി തിരിച്ചെത്തിയതൊക്കെ തന്നെയും മാരുതി സുസുക്കിയുടെ ബഡ്ജറ്റ് മോഡലുകളെ റീബ്രാൻഡ് ചെയ്തുകൊണ്ടാണ് എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. തുടക്കത്തിൽ കല്ലുകടി ഉണ്ടാക്കിയെങ്കിലും പിന്നീട് ആളുകൾ കാര്യം മനസ്സിലാക്കി ടൊയോട്ടയുടെ കൂടെ നിൽക്കുകയായിരുന്നു ചെയ്തത്. ആദ്യം ടൊയോട്ട എന്താണ് ഈ ചെയ്യുന്നത്, എന്തിനാണ് സുസുക്കിയെ കൂട്ടുപിടിക്കുന്നത്, സ്വന്തമായിട്ടൊരു ബ്രാൻഡില്ലേ, നിങ്ങൾക്ക് സ്വന്തമായ ഒരു ആസ്തിയില്ലേ, അതിൽ നിന്നുകൂടെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ ടൊയോട്ട തള്ളിപ്പറഞ്ഞവരും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ടൊയോട്ട ഈ പോയ പേരെല്ലാം തിരിച്ചു പിടിക്കുകയായിരുന്നു ചെയ്തത്. ബലേനോ ഗ്ലാൻസയായും ഫ്രോങ്സ് ടൈസറായും എർട്ടിഗ റൂമിയോണായും ഇപ്പോൾ പൊടിപൊടിക്കുകയാണ് കച്ചവടം എന്ന് പറയാം. ടൊയോട്ടോ കിർലോസ്കർ മോട്ടോർ 2025 ഡിസംബർ മാസം 34,159 യൂണിറ്റുകളുടെ ആഭ്യന്തര വിൽപ്പന രേഖപ്പെടുത്തി റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി മാറിയത് ടൊയോട്ടയുടെ ടൈസറിന്റെ കച്ചവടം തന്നെയായിരുന്നു. ഡിസംബറിൽ സബ് 4 മീറ്റർ SUVക്ക് മൊത്തം 4,457 യൂണിറ്റ് വിൽപ്പനയാണ് നേടാനായത്. കഴിഞ്ഞ 2024 ഡിസംബറിൽ 2,628 യൂണിറ്റ് വിൽപ്പനയെ അപേക്ഷിച്ച് ഒരു വർഷത്തിനപ്പുറം 70% വാർഷിക വളർച്ചയാണ് മോഡലിന് നേടിയെടുക്കാനായിരിക്കുന്നത് എന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. സെഗ്മെന്റിലെ മറ്റു ചില ഒറിജിനൽ കാറുകൾ നേടുന്നതിനേക്കാൾ കച്ചവടമാണ് ടൈസറിന് സ്വന്തമാക്കാനാകുന്നത് എന്നതുകൂടി പറയണം. മാരുതി സുസുക്കി ഫ്രോങ്സിനുള്ള അതേ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളിലായിട്ടാണ് ടൊയോട്ട ടൈസറും വിപണിയിലെത്തുന്നതെന്ന് പറയാം. 1.2 NA മോഡലുകൾ 89 bhp കരുത്തിൽ പരമാവധി 113 Nm ടോർക്ക് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ടർബോ ചാർജ്ഡ് എഞ്ചിൻ 99 bhp പവറിൽ 148 Nm ടോർക്ക് വരെ വികസിപ്പിക്കാൻ യോഗ്യമാണ്. 5 സ്പീഡ് മാനുവൽ, 5 സ്പീഡ് AMT, അതുപോലെ തന്നെ ടർബോ പെട്രോളിയൻ 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ എന്നിവയാണ് ഗിയർ ബോക്സ് കോമ്പിനേഷനുകളായി അവർ മുന്നിലേക്ക് വയ്ക്കുന്നത്. അതേസമയം മാനുവൽ ഗിയർ ബോക്സ് ഘടിപ്പിച്ച 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ പതിപ്പുകൾ ലിറ്ററിന് 21.5 കിലോമീറ്റർ ഇന്ധനക്ഷമതയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതേസമയം ഈ എഞ്ചിനുമായി വരുന്ന ഓട്ടോമാറ്റിക് വേരിയന്റുകൾ ലിറ്ററിന് 20 കിലോമീറ്റർ മൈലേജ് ആണ് ലഭിച്ചു തരുന്നത്. CNG 28.51 കിലോമീറ്ററും നൽകുമെന്നും ടൊയോട്ടോ അവകാശപ്പെടുന്നുണ്ട്. ടൈസറിന് 3 വർഷത്തെ അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ വാറണ്ടിയാണ് സ്റ്റാൻഡേർഡായി തന്നെ ലഭിക്കുന്നത്. ഇത് 5 വർഷം അല്ലെങ്കിൽ 2,20,000 കിലോമീറ്റർ വരെ നീട്ടാനാകും എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 24/7 റോഡ് സൈഡ് അസിസ്റ്റൻസും ടൊയോട്ടയുടെ എക്സ്പ്രസ് മെയിൻ്റനൻസ് പ്രോഗ്രാമും ടൈസറിനൊപ്പം തിരഞ്ഞെടുക്കാനാകും എന്നതുകൂടി പ്രത്യേകതയായി പറയുന്നു. ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ അർബൻ ക്രൂയിസർ ടൈസറിന്റെ അടിസ്ഥാന രൂപം ഫ്രോങ്സിന് സമാനം തന്നെയാണ്. എങ്കിലും ടൊയോട്ടയുടെ അഡ്രസ്സ് നൽകുവാനായിട്ട് അവർ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഗ്ലോസ് ബ്ലാക്ക് നിറത്തിൽ പുറത്തിറക്കിയതും പുതിയതും ബോൾഡുമായിട്ടുള്ള ഹണി കോംബ് ഗ്രില്ല്, അതിന്റെ മധ്യഭാഗത്തായിട്ട് ടൊയോട്ടയുടെ ഒരു ലോഗോയും, പിന്നെ പുതിയ ഡ്യുവൽ LED DRLും ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബൂട്ടിൽ LED ടെയിലൈറ്റുകളും അതുപോലെ റീസ്റ്റൈൽ ചെയ്ത അലോയ് വീലുകളും എന്നിവയും വാഹനത്തിന് അഴക് സമ്മാനിക്കുന്നത് എന്നതുകൂടി നമുക്ക് പറയേണ്ടതായി വരും.